Hi all, welcome to Gardening Guide. ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു പ്ലാന്റ് സ്റ്റൂൾ അറേഞ്ച്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. ഇത് ഞാൻ വേസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ടാണ് ഈ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഈ സ്റ്റൂളും പഴയൊരു സ്റ്റൂളായിരുന്നു, അതിനെ എടുത്തിട്ട് ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ഈ ഒരു ലുക്കിലാക്കി മാറ്റി. അപ്പം അതെങ്ങനെയാണ് ഞാൻ അറേഞ്ച് ചെയ്തതിൻ്റെ കാണിക്കുന്നതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു പീസ് ലില്ലിയുടെ മുട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ പൂവ് ഇന്ന് വിരിഞ്ഞു, നല്ല വൈറ്റ് കളറിലുള്ള പൂവാണ്. അപ്പം അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് തോന്നി. പിന്നെ ഞാൻ റെയിൻ ലില്ലീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ റെയിൻ ലില്ലിയിൽ പൂവ് ഉണ്ടാവുന്നില്ല എന്നുള്ളത്. ഇപ്പം നല്ല വെയിലായതുകൊണ്ട്. ഇപ്പം നമുക്ക് 2-3 ദിവസം മുന്നേ ഒരു നല്ല വേനൽ മഴ കിട്ടിയായിരുന്നു, നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നോക്കി നിറയെ പൂക്കൾ മുട്ടുകളൊക്കെ ഉണ്ടായിട്ട് വരുന്നുണ്ട്. അതിൽ വൈറ്റും ഉണ്ട്. ഇതിൽ വൈറ്റ് മാത്രം മുന്നേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ റോസിൻ്റെ മുട്ടുകളും അതുപോലെ റോസിൻ്റെ പൂക്കളും ഇപ്പോൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാലാണ് നിങ്ങൾക്ക് തുടർന്നുള്ള ഗാർഡൻ അപ്ഡേറ്റ്സ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ പ്ലാന്റ് സ്റ്റൂൾ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ആദ്യമായിട്ട് ഈ സ്റ്റൂളിനെ പറ്റിയിട്ട് പറയാം. ഈ സ്റ്റൂള് ഒരു പഴയ സ്റ്റൂളായിരുന്നു, ഞങ്ങൾ യൂസ് ചെയ്യാണ്ടിരുന്നതാണ്. അപ്പം അതിൻ്റെ മേലത്തെ ആ ഒരു മരം ആകെ നശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ മുകളിലത്തെ മരം എടുത്തു കളഞ്ഞിട്ട്, കാലുമന്ന് എടുത്തു കളഞ്ഞിട്ട് പുതിയൊരു പട്ടിക അതിൻ്റെ മേലെ കയറ്റി വെച്ചു. അപ്പോൾ അതാണിത്. എന്നിട്ട് നന്നായി പെയിന്റ് അടിച്ചതാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ മേലെ കയറ്റി വെച്ച പോലെ തന്നെ അടിയിലായിട്ടും കൂടി ഒരു പലക കൂടി വെച്ചിട്ടുണ്ട്. അടിയിൽ കുറച്ചൊരു സ്റ്റാൻഡ് പോലെ നമുക്ക് ഉണ്ടാക്കാമല്ലോ, അങ്ങനെ ഒരു പലക കൂടി അവിടെ വെച്ച് നല്ല രീതിയിൽ പെയിന്റ് അടിച്ചപ്പോൾ നമ്മുടെ സ്റ്റൂളിൻ്റെ ആ ഒരു പഴയത്വം വിട്ട് ഒരു പുതിയ സ്റ്റൂള് പോലെയായി. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പഴയ ഇങ്ങനത്തെ വല്ല ഫർണിച്ചേഴ്സൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഉപയോഗിക്കാത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇങ്ങനെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലാന്റ്സ് വെക്കാനുള്ള സ്റ്റാൻഡൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ അതിൻ്റെ മേലെ വെച്ചിരിക്കുന്ന ചട്ടികളെ കുറിച്ച് പറയാം. ആ ചട്ടികൾ ഞാൻ വേസ്റ്റ് ആയിട്ടുള്ള പാത്രങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇവിടെ ഈ പ്ലാന്റിനെ പറ്റിയാണ് പറയുന്നത്. ഈ പ്ലാന്റിന്റെ പേര് ഹെമിഗ്രാഫിസ് എക്സോട്ടിക്ക എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണിത്. ഇത് ഒരു പാർഷ്യൽ ഷെയ്ഡ് വേണ്ട ഒരു പ്ലാന്റ് ആണ്. ഇത് പൂർണ്ണമായിട്ട് നമുക്ക് ഇൻഡോറിൽ എടുത്ത് വെക്കാനായിട്ട് പറ്റില്ല, കുറച്ച് സൺലൈറ്റ് വേണം. വരാന്തകളിലൊക്കെ നമുക്ക് ഈ പ്ലാന്റിന് വെക്കാം. അപ്പോൾ ഈ പ്ലാന്റ് ഞാൻ മുന്നേ വെച്ചിട്ടുള്ളതാണ്. അത് ഒരു വേസ്റ്റ് ആയിട്ടുള്ളൊരു ബക്കറ്റ് ഉണ്ടായിരുന്നു. ആ ബക്കറ്റിന്റെ ചെറിയൊരു ബക്കറ്റ് ആയിരുന്നു. അതിന്റെ മേൾഭാഗം മുറിച്ച് കളഞ്ഞിട്ട് അതിലൊരു ബ്ലാക്ക് പെയിന്റ് അടിച്ചിട്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അതിൽ ഇപ്പോൾ ഈ ചെടി വളർന്ന് നല്ല തുറ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ ചെടിയുമ്പോൾ ചെറിയ വെള്ള പൂക്കൾ ഉണ്ടായിരിക്കും. 2 ദിവസം മുന്നേ പൂക്കൾ ഉണ്ടായിരുന്നു, ഇപ്പം അത് ഉണങ്ങിപ്പോയി. പിന്നെ അതിൻ്റെ താഴെ വെച്ചിരിക്കുന്ന പാത്രം, ഈ പാത്രം പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ള പാത്രമാണ്, ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഇതാണ് ആ വെള്ളപ്പൂക്കൾ കണ്ടോ, കരിഞ്ഞിരിക്കണ പോലെ. അത് 2 ദിവസമായി വന്നിട്ട് അതിപ്പോൾ വാടി നിൽക്കുവാണ്. അങ്ങനെ ഒരുപാട് പൂക്കളൊന്നും ഈ ചെടിയിൽ ഉണ്ടാവില്ല. പിന്നെ ഈ ചെടിയുടെ ഇലകളുടെ താഴ്ഭാഗത്ത് ഒരു വയലറ്റ് കളറും മുകൾ ഭാഗത്ത് ഒരു പച്ച കളറുമാണ് ഉള്ളത്. അതുകൊണ്ട് നല്ലൊരു ഡബിൾ കളർ ഷെയ്ഡ് പോലെയാണ് ഈ പ്ലാന്റ് ഉള്ളത്. അപ്പം ഇത്രയ്ക്കാണ് ഈ പ്ലാന്റിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പം നമ്മൾ സ്റ്റൂള് മരം ആയതുകൊണ്ട് അങ്ങനെ വെള്ളമൊക്കെ പോയി കഴിഞ്ഞാൽ നാശവും. അതുകൊണ്ട് എന്തെങ്കിലും വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ഉള്ള പാത്രങ്ങളൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ വെക്കാനായിട്ട്. അപ്പം ആ പാത്രങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ഒരു പാത്രം മാത്രമാണ് ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ, പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിന് ആകെ 10 രൂപ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ചട്ടികൾക്കൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ മൂടികൾ തന്നെയാണ്. അതായത് ഇത് ചട്ടികളല്ല, ഇതൊരു പ്ലാസ്റ്റിക് പാത്രങ്ങളാണ്. ഈ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ പെയിന്റ് അടിച്ചിട്ടാണ് ഈ ഒരു ചട്ടികൾ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാം പ്ലാസ്റ്റിക് ആയിട്ടുള്ള പാത്രങ്ങളാണ്. അതിൻ്റെ അടിയിൽ ചെടി വയ്ക്കുമ്പം താഴെ ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വെള്ളം നന്നായി വാർന്നു പോവും. അപ്പം ഈ പാത്രങ്ങളുടെ എല്ലാതും മൂടിയും കൂടി പെയിന്റ് അടിച്ചിട്ട് അത് താഴെ വെള്ളം പോകാതിരിക്കാനുള്ള ഒരു പാത്രമായിട്ട് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ പാത്രങ്ങളിൽ നമ്മൾ ഫുഡൊക്കെ വാങ്ങാനായിട്ട് കിട്ടുമ്പോൾ ഉള്ള പാത്രമാണ് ഇത്. എൻ്റെ ഉണ്ടായിരുന്നത് ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ഓണത്തിന് പായസം പുറത്തുനിന്ന് പായസം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് കിട്ടിയ 4 പാത്രങ്ങളാണിത്. അതെടുത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പെയിന്റ് അടിച്ച് അതിൻ്റെ മൂടി കൂടി പെയിന്റ് അടിച്ച് വെച്ചതാണ്. അപ്പൊ ശരിക്കും അതിന്റെ പെയിന്റിന്റെ കളർ ഒരു ചട്ടിയുടെ കളർ ആയതുകൊണ്ട് ശരിക്കും ഒരു ചട്ടിയുടെ പോലെ തന്നെ ഒരു ലുക്ക് വരും.
അപ്പം അങ്ങനെയാണ് ഈ പാത്രങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ കയ്യിലുള്ള വേസ്റ്റ് ആയിട്ടുള്ള പാത്രങ്ങൾ ഒന്നും കളയണ്ട, നല്ല രീതിയിൽ പെയിന്റ് അടിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയുള്ള രീതിയിൽ നമുക്ക് ചെടികൾ വെക്കാനുള്ള ചട്ടികളായിട്ട് അതിനെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പൊ ഈ 4 ചട്ടികൾ ഞാൻ ഇവിടെ അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. ഇനി അതിൽ വെച്ചിരിക്കുന്ന പ്ലാന്റ്സിനെ പറയാം. അപ്പം ആദ്യത്തെ 2 പ്ലാന്റ് എന്ന് പറയുന്നത് അരേലിയ പ്ലാന്റ്സ് ആണ്. ഈ പ്ലാന്റ്സ് എല്ലാം തന്നെ ഇവിടെ വെച്ച് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന പ്ലാന്റ്സിൽ നിന്ന് ഞാൻ തണ്ട് പൊട്ടിച്ചെടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചതാണ്. കാരണം ഇപ്പൊ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് നമുക്ക് പ്ലാന്റ്സ് വാങ്ങാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ കയ്യിൽ ഉള്ള പ്ലാന്റ്സ് തന്നെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് ഇങ്ങനത്തെ പുതിയ പുതിയ അറേഞ്ച്മെന്റ്സ് ചെയ്യാം. അപ്പം ഇത് ഒരു അരേലിയ പ്ലാന്റ്സ് ആണ്. അധികം ഹൈറ്റ് ഒന്നും വെക്കാണ്ട് ചെറിയ ഇലകളോട് കൂടിയിട്ടുള്ള ഒരു വെരിഗേറ്റഡ് ആയിട്ടുള്ള അരേലിയാണത്. അതിന്റെ 4 കട്ടിങ്സ് ഞാൻ പറിച്ചിട്ട് 2 കട്ടിങ്സ് ആ ഒരു ചട്ടിയിലും 2 കട്ടിങ്സ് ഈ ഒരു ചട്ടിയിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇതും ഒരു ഇത്തിരി പാർശ്വത്തിൽ ലൈറ്റ് കിട്ടേണ്ട ഒരു ചെടിയാണ് ഇതും. അതുകൊണ്ട് തന്നെ വരാന്തകളിലൊക്കെയാണ് വെക്കാനായിട്ട് നമുക്ക് സൗകര്യം. അതായത് വീടിന്റെ ഉള്ളിൽ നല്ല വെയിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് ഈ അരയിലേക്ക് കൊണ്ടുവയ്ക്കാം. പക്ഷെ അത്രയും ഡാർക്ക് ആയിട്ടുള്ള റൂമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്ലാന്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നശിച്ചു പോവും. അപ്പം അതാണ് ഈ അരേലിയാസ്. പിന്നെ ഈ പ്ലാന്റ് എന്ന് പറയുന്നത് കലഞ്ചോയ് പ്ലാന്റ്സിന്റെ ഒരു കട്ടിങ് ആണ്. അതിന്റെ ഒരു തണ്ട് പൊട്ടിച്ചെടുത്തിട്ട് ഇതിൽ വെച്ചിട്ടുള്ളതാണിത്. പിന്നെ ഇതിന്റെ എല്ലാത്തിന്റെ അടിയിൽ ഞാൻ ഫിഷ് ടാങ്കിൽ ഇടുന്ന സ്റ്റോൺസ് ഇട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ബാലൻസ് ഉണ്ടായിരുന്ന കുറച്ച് സ്റ്റോൺ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. അത് നമ്മൾ ഇട്ടപ്പം ഒരു നല്ല മണ്ണിന്റെ മേലിട്ടപ്പം മണ്ണിന്റെ പോർഷൻ കാണാണ്ടായപ്പോ നല്ലൊരു ലുക്ക് അതിന് കിട്ടി. അപ്പൊ അങ്ങനെ നമ്മുടെ ആവശ്യമില്ലാത്ത നമുക്ക് നമ്മുടെ കല്ലോ അങ്ങനത്തെ മാലമുത്തുകളോ അങ്ങനത്തെ ഇതുപോലത്തെ കല്ലുകളോ ഒക്കെ ബാക്കി ഇരിക്കണമെന്നുണ്ടെങ്കിൽ അതും മണ്ണിന്റെ മേലിട്ടിട്ട് നമുക്ക് നല്ലൊരു അറേഞ്ച്മെന്റ് ചെയ്യാം. പിന്നെ വെച്ചിരിക്കുന്നത് ലക്കി ബാമ്പു ആണ്. ലക്കി ബാമ്പുവിന്റെ ഒരു കട്ടിങ് ആണിത്. അതിപ്പോ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ബാമ്പു ഒക്കെ നമുക്ക് അധികം സൂര്യപ്രകാശം ഒന്നും വേണ്ട. നമുക്ക് ഇൻഡോറിൽ നല്ല ഡാർക്ക് ആയിട്ടുള്ള റൂമിന്റെ ഉള്ളിലൊക്കെ കൊണ്ടുവയ്ക്കാവുന്ന ഒരു നല്ല ഇൻഡോർ പ്ലാന്റ് ആണ് ഈ ലക്കി ബാമ്പു എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഈ സ്റ്റൂളിന്റെ മേലെ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ സ്റ്റൂളിൽ സ്ഥലമില്ലാത്ത കാരണം കൊണ്ട് പിന്നെ ഒന്നും വെച്ചിട്ടില്ല. അപ്പൊ ഒരേ കളർ തന്നെയാണ് യൂസ് ചെയ്തത്. സ്റ്റൂളിന്റെ പെയിന്റ് അടിക്കാവുന്ന അതേ കളർ തന്നെയാണ് എല്ലാത്തിനും ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ വെച്ചിരിക്കുന്നത് ഞാൻ മണി പ്ലാന്റ് ആണ്. ഇതിൽ തന്നെ പോത്തോസ് എൻജോയ് ഉണ്ട്, അതുപോലെ ഗോൾഡൻ പോത്തോസിന്റെ 2 വെറൈറ്റി കൂട്ടിയിട്ട് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് വെച്ചതാണ്. ഈ ചട്ടി ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഈ ചട്ടി ഇവിടെ വെച്ചത് വേറൊന്നും കൊണ്ടല്ല, ഇതിന് സെയിം കളറാണ്. അതായത് ഒരു ചാരക്കളറാണ് ഇതിനായിട്ട് കളർ മാച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പം ഈ ചട്ടി ഇതിന്റെ അടിയിൽ കൊണ്ട് വെച്ചത്. അപ്പം ഇതിന്റെ അടിയിലും ഞാൻ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ള ഒരു തട്ടന്നെയാണ് വെള്ളം കളക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ചട്ടിയുടെ 2 സൈഡിലായിട്ട് ഞാൻ കുപ്പി മുറിച്ചിട്ട് ഒരു ചെറിയൊരു അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഒരു കുപ്പി എടുത്തു, 2 ഒരുപോലത്തെ വലിപ്പമുള്ള ഒരു കുപ്പി എടുത്തു. അതിന്റെ നടുക്കിലായിട്ട് ഒന്ന് കട്ട് ചെയ്തു, അതില് പ്ലാന്റ്സ് വെച്ചു, കുറച്ച് കളർ സ്റ്റോൺ വെച്ച് അറേഞ്ച് ചെയ്തു. അത്രേ ഉള്ളൂ. അപ്പം ഈ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ പിഡിലാന്തസിന്റെ പ്ലാന്റ് ആണ്. അത് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് അതിന്റെ കട്ടിങ്സ്. അപ്പൊ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒന്ന് വളഞ്ഞിട്ടാണ് ഇരിക്കേണ്ടായിരുന്നത്. ഒരു വളഞ്ഞ ഭാഗമാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പം അതിന് ഇനി വരുന്നു വിചാരിക്കണം. 2 വളഞ്ഞിട്ടാണ് ഞാൻ ഇപ്പൊ ഇരിക്കുന്നത്. വെച്ചിട്ട് ഇപ്പൊ ഒരാഴ്ചയായിട്ടുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് ഗ്രോത്ത് ഒന്നും ഇല്ല. അപ്പോൾ ഇത് വളർന്നു വരുമ്പോൾ നിവർന്നു വരുന്നു വിചാരിക്കുന്നു. പിന്നെ അതിന്റെ 2 സൈഡ് അതിന്റെ ഉൾഭാഗങ്ങളിലായിട്ട് ഞാൻ കുറച്ച് സ്റ്റോൺ വെച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നല്ലൊരു ഡെക്കോർ പീസ് പോലെ ആയിട്ടുണ്ട്. അതേ സെയിം പെയിന്റ് തന്നെയാണ് ഈ കുപ്പികൾക്കൊക്കെ അടിച്ചിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ഇതും അതേപോലെ തന്നെ ഞാൻ നടുക്കിൽ കട്ട് ചെയ്തിട്ട് വെച്ചതാണ്. ഇത് ലക്കി ബാമ്പുവിന്റെ 2 കട്ടിങ്സ് ആണ്. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണത്തിൽ നിന്ന് ഇതുപോലെ തന്നെ ഒരു ഇളപ്പ് ഇങ്ങനെ മുളച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരെണ്ണത്തിൽ നിന്ന് വന്നിട്ടില്ല, അത് കുറച്ച് കഴിയുമ്പോൾ വരുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിന്റെ ഉള്ളിലും ഞാൻ കുറച്ച് സ്റ്റോൺ എടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയ കക്കകൾ ഉണ്ടായിരുന്നു, കക്കകളുടെ കുറച്ച് 2 പീസ് ഉണ്ടായിരുന്നത് അതും എടുത്തു. അപ്പൊ നമ്മളിൽ എന്ത് വേസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും കണ്ടാലൊക്കെ നമ്മളിൽ വെറുതെ ഇരിക്കുന്ന ഏതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ലുക്ക് നമുക്ക് കിട്ടും. അപ്പം അങ്ങനെ തന്നെയാണ് ഈ ലക്കി ബാമ്പുവിന്റെ അറേഞ്ച്മെന്റും ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ്സിന്റെ അറേഞ്ച്മെന്റ്. ഇതെല്ലാം തന്നെ നമ്മുടെ ഉള്ള പ്ലാന്റ്സും അതുപോലെ നമ്മുടെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു അറേഞ്ച്മെന്റ്
ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ നമ്മുടെ ചെടികൾ പ്ലാന്റ്സ് വാങ്ങാൻ നമുക്ക് പുറത്ത് പോകാൻ പറ്റില്ല. അപ്പം നമ്മുടെ ഉള്ള ചെടികൾ വയ്ക്കുകയാണെങ്കിൽ അതിന് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. ഇങ്ങനെ കുറച്ച് നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി ഒക്കെ കൂടിയിട്ട് അതിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പം ഇതാണ് എൻ്റെ പ്ലാന്റ് സ്റ്റൂൾ അറേഞ്ച്മെൻറ്റ്. അപ്പം എല്ലാവർക്കും ഈ ഒരു അറേഞ്ച്മെൻറ്റ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ബൈ ബൈ.